സ്റ്റീഫൻ നെടുമ്പള്ളിന്ന് വിളിക്കാറുണ്ടോ? ഇറങ്ങിയപ്പോ ഉണ്ടായിരുന്നു, ലൂസിഫർ ഇറങ്ങിയപ്പോ ഉണ്ടായിരുന്നു, പിന്നെ എമ്പുരാൻ ഇറങ്ങിയപ്പോ അങ്ങ് മാറി. ജയറാമിന്റെ പടമല്ലല്ലോ? അതാണോ? അതല്ല, എന്റെ ഉപ്പാക്കൊരു ആനുണ്ടായിരുന്നു. ആ പേരറിയില്ല. സുരേഷ് ഗോപി, ഡയറക്ടർ ബേസിൽ ജോസഫ്, ശ്രീനിവാസന, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ. ആടിന്റെ വേറെയോ? ആടിലുള്ള ആൾക്കാരാ. പൃഥ്വിരാജ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം എല്ലാരും നല്ല ആക്റ്റീവ് ആണ്, എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ആളായിട്ട് അടുക്കാൻ വേണ്ടിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള ആരെങ്കിലും ഉണ്ടോ? വർഷം വർഷം അടുക്കാനൊരു സ്റ്റാർട്ടിങ് എനിക്ക് തോന്നിയായിരുന്നു. അടുത്ത് കഴിഞ്ഞ പിന്നെ അകലാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, പിന്നെ പറിച്ചു കളയണം. നിങ്ങളപ്പോ എങ്ങനെ സ്റ്റേ ഒക്കെ? ചില റീൽസിലൊക്കെ എനിക്ക് തോന്നുന്നു കുക്ക് ചെയ്യുന്ന കുറെ, ഇൻസ്റ്റയിൽ കുറെ റീൽസ് ഒക്കെ ഇടാറില്ലേ കുക്ക് ചെയ്യുന്നതും? ഇവളുടെ വീട്ടിൽ പോകും, ഇടയ്ക്കിടയ്ക്ക് പോകും. ഇവളുടെ വീട്ടിൽ ഇവള് ഹസ്ബൻഡും കുട്ടിയും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇവര് മറ്റേ പ്രോപ്പർ വീട്ടിലാണ്. നമ്മളൊക്കെ എന്ന് പറയുമ്പോ തട്ടിക്കൂട്ടാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് വിശക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ അവളെ വിളിക്കും, എടി അവിടെ വല്ലതും ഉണ്ടോ? അപ്പൊ ഉണ്ടെന്ന് പറയുമ്പോ ഞങ്ങൾ അങ്ങോട്ട് പോകും. എന്ന് വെച്ചാൽ ഇവിടെ കൊച്ചിയിലിട്ടാ. അപ്പൊ ഞങ്ങൾ അവിടെ പോകുന്ന അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരും. ഞാൻ കുറെ പോയിട്ടുണ്ട് അവിടെ. കുക്ക് ചെയ്യൂ? ഞങ്ങളൊരു ദിവസം വീട്ടിൽ ആരും ഇല്ലായിരുന്നു, അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി മാത്രം പോയി സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് പോയതാ. അന്ന് ഞങ്ങള് 3 പേരും പോയി, പുറകെ പിന്നെ ബാക്കി ഇവരെല്ലാരും വന്നു. ഞങ്ങൾ എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാക്കി ഞങ്ങൾ എവിടെയെന്ന് വെച്ച് ഇവിടെ വന്നപ്പോ രാവിലെ, അതായത് ബോയ്സ് ടീം എല്ലാരും കൂടി പിന്നെ വന്ന്, പിന്നെ ചപ്പാത്തിയും ഞങ്ങൾ ചിക്കൻ കറി വെച്ചു, ചപ്പാത്തി ഉണ്ടാക്കി. അന്ന് നൈറ്റ് അവിടെ ഇരുന്ന് പയ്യ ഓജോമോടൊക്കെ കളിച്ചിരുന്ന്. ഓജോമോട് കളിച്ചോ? ശരിക്കും അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ പോവാൻ. അന്ന് ഇതുങ്ങളെല്ലാം പേടിച്ചിട്ട് പിറ്റേ ദിവസം ഓരോരുത്തരും ഒന്നും ഇങ്ങനെ കഥ പറയുന്നത് എല്ലാം ഞാൻ ഇവിടെ നിന്ന് കേൾക്കും. ചാണ്ടി നിങ്ങൾ പ്രേതം വന്നിട്ട് ലിഫ്റ്റിൽ കൂടെ ഇവിടെ വന്ന് ഞാൻ നോക്കിയപ്പോ ഇംഗ്ലീഷ് പറഞ്ഞു, എന്തോ വായിക്കാത്ത ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മനുഷ്യട്ട് മനസ്സിലാവാണ്ട് ഇംഗ്ലീഷ് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഓഫീസ് സൈലന്റ് ആയിരുന്നു. ഇത്രയും അലക്കുന്ന ആൾക്കാർ ഓഫീസ് സൈലന്റ് ആയിരുന്നു. പ്രേതന ഇവിടെ കയറിയെന്ന് ഞാൻ ശരിക്കും പ്രേതത്തിന് കണ്ടോ? തോന്നലായിരിക്കും, മൊത്തത്തിൽ ഞങ്ങളെല്ലാം പേടിയുള്ള കൂട്ടത്തിലാണ്. സമ്മതിച്ചില്ലായിരുന്നു അന്ന് പ്രേതം തന്നെ എല്ലാവരും പറഞ്ഞു. അത് കുറച്ച് കോയിൻസിഡൻസസ് ഉണ്ട്. അതായത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഓജപ്പോട്ട് കളിച്ചോണ്ടിരിക്കും. ഓജപ്പോട്ട് കളിച്ചപ്പോൾ ഞാൻ ഭയങ്കര പെസിമിസ്റ്റിക്, എനിക്ക് തീരെ വിശ്വാസമില്ല. അമ്മ എൻ്റെ അടുത്ത് അന്നേരം ഈ രാഹുലും സിബുവും പറഞ്ഞു, നീ കളിച്ചോക്ക്, നീയും ഗൗതമോടെ കളിച്ചോക്ക്, അപ്പൊ നോക്കാലോ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കളിക്കാൻ തുടങ്ങി. ഇത് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ ഗൗതമിന്റെ അടുത്ത് നീ അല്ലേ ചോദിച്ചാൽ ഗൗതം പറഞ്ഞ അല്ല എന്ന് പറഞ്ഞു. അവന്റെ ഗൗതം സമ്മതിക്കില്ല. അപ്പൊ എനിക്ക് ഗൗതം അങ്ങനെ ചെയ്യൊന്നുമില്ല, കാരണം അവൻ ഈ ഇതിലൊന്നും ഇല്ലാതെ മറ്റേ അവനിങ്ങനെ വേറെ വേൾഡിൽ ജീവിക്കുന്ന ഒരു ഇമോഷൻ ഇല്ലാത്ത മനുഷ്യൻ. അപ്പൊ ഇവനിങ്ങനെ ചെയ്യുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യല്ല. അപ്പൊ എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല. എന്നിട്ട് ഞാനാണെങ്കിൽ അപ്പൊ ഇവളുടെ കുപ്പി അവിടെ തന്നെ ഇരിക്കും. ഞങ്ങൾ 2 താഴേക്ക് വരാൻ നേരം കുപ്പി അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടാണ് ഞാൻ തിരിഞ്ഞപ്പോ എനിക്കിങ്ങനെ എന്തോ ഒരു സാധനം മിന്നി പറയുന്ന പോലെ തോന്നി. എനിക്ക് തോന്നിയതാവാം, പക്ഷെ ഞാൻ കണ്ടു എന്നുള്ളത് എനിക്ക് ശരിയാ. അത് ശരിക്കും നടന്നെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ആ അവസ്ഥ. ഒരു അടച്ചുമുറിയിലൊക്കെ കളിക്കണമെന്നാണല്ലോ. അടച്ചുമുറിയില് മെഴുകുതിരിയൊക്കെ കത്തിച്ച് അല്ല റൂമിൽ കളിച്ച് എങ്ങാനും വന്നാലും വീട്ടിൽ
ഇല്ല ലൈറ്റ് മേളില് ടെറസ് ലൈറ്റ് ഒന്നും ഇല്ല. മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് തന്നെയാണ് കളിച്ചത്. 3 മണിയൊക്കെ എന്നിട്ട് ഇവരെന്നിട്ട് പോവാൻ വേണ്ടിട്ടാ ഞങ്ങൾ അവിടെ സ്റ്റേ ആയിരുന്നു. എന്നിട്ട് ഇവരെല്ലാം പോയി പോവാനായിരുന്നു. സംഭവം കൂടെ ഉണ്ടായി. എന്നിട്ട് ഞങ്ങള് കണ്ടു. അപ്പൊ എന്നിട്ട് സിബു ഉണ്ടായിരുന്നല്ലോ, സിബു പറഞ്ഞു സിബുവും എന്തോ ഒരു സാധനം കണ്ടിട്ട് ഗൗതം ആണെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ ആരും ഇല്ല. പക്ഷെ സിബു ഒരു പ്രസൻസ് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. എനിക്കപ്പോ ഇവൻ അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ കളിച്ച ഓജോ ബോർഡ് എടുത്ത് എറിഞ്ഞായിരുന്നു. അപ്പൊ എനിക്കിത് രാഹുല് അപ്പൊ എനിക്ക് താഴേക്ക് എറിഞ്ഞു. അത് മറ്റേ രാത്രിയിലല്ലേ, അപ്പൊ ഒരു മറ്റേ ഭയങ്കര ഇങ്ങനെ റോൾ ചെയ്ത് ഒരു സൈഡ് നല്ല ഗ്ലേസിങ്ങും ഒരു സൈഡ് മാറ്റും ആണ്. അപ്പൊ ഇതിങ്ങനെ പോകുന്നതാണ് നല്ല രസമായിരുന്നു. എന്നിട്ട് അപ്പൊ ആ ഫീൽ ഉണ്ടല്ലോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് ആ സാധനം മൂവ് ചെയ്യുന്നത് ഞങ്ങൾ കളിച്ച സ്ഥലത്തുനിന്ന് ഈ ഓജോ ബോർഡ് വീണ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് അതൊക്കെ അപ്പത്തേക്ക് നമുക്ക് അപ്പൊ നമ്മൾ ഈ കളിച്ച് വിളിച്ചു എത്തിയ ആളുടെ പേര് ജെന്നിഫർ എന്നാ. പിന്നെ എന്നിട്ട് ഞാനാണെങ്കില് ഞങ്ങൾ താഴെ ഇറങ്ങിയത് ഞങ്ങൾ വിചാരിച്ച ഒരു സിനിമ ആടാന്ന് വിചാരിച്ചിട്ട് ഇല്ല ഞങ്ങള് സിനിമ കാണാനെടുത്തു. അത് സിനിമ കാണാനെടുത്ത്. എന്നിട്ട് സിനിമ കാണാനെടുത്തപ്പോ ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് സ്ക്രോൾ ചെയ്ത് വന്നപ്പോ ഫസ്റ്റ് ഉണ്ട് പേര് ജെന്നിഫർ. ആണോ? എന്തോ ജെന്നിഫർ. ഞങ്ങള് ജെന്നിഫർ കണ്ടു. അപ്പത്തേക്ക് ഞങ്ങളുടെ റിലേ ഫുള്ള് പോയി. എന്നിട്ട് അവര് കണ്ടുപിടിച്ച് പ്രേതം ഏതാന്ന്. 6 കൊല്ലം മുമ്പ് സിബു ആണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ചെയ്തപ്പോ ഇങ്ങനെ റിസംബ്ലൻസ് ഉള്ള ഒരു കുട്ടിയുടെ പേരൊക്കെ കണ്ടു. അതിന് മുന്നേ ഇതുണ്ടല്ലോ, പേര് മാത്രം പറഞ്ഞു, ജെന്നിഫറിന് പേര് മാത്രം പറഞ്ഞു. പക്ഷെ വേറെ നമ്മൾ പോകുമ്പോ വേറെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾ പോട്ടെന്ന് ചോദിക്കുമ്പോൾ മാത്രം നോന്ന് മാത്രം പറയുന്നുണ്ട്, വേറെ ഒന്നും അറിയില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ഞങ്ങൾക്കായിട്ട് തോന്നി കുഞ്ഞു കുട്ടിയായതുകൊണ്ട് സ്പെല്ലിംഗ് ഒന്നും അറിയാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട്. മരിച്ച കുട്ടി ഒരു കുട്ടിയാ, 5 വയസ്സുള്ള കുട്ടിയാ. അപ്പൊ ഞങ്ങളപ്പോ ഇതെന്ന് വെച്ചാൽ സിബു ഗൂഗിൾ ചെയ്തപ്പോ ഫസ്റ്റ് ഇത് വന്നു, ഫീഡിൽ വന്നു. അത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ തന്നെ. അല്ലല്ല, ഈ ലൊക്കേഷൻ ചുമ്മാ ചോദിച്ചാൽ ഞാനും സിബും കൂടെ പ്ലേ ചെയ്തതാ. പക്ഷെ ഞങ്ങൾ ഒരേ ലൊക്കേഷനിലാണ് വെച്ചത്. എങ്ങനെ വെച്ചത് അടിയിലിപ്പോഴും പ്ലാൻ ചെയ്തത് മൂവ് ചെയ്യണമെന്ന്. അത് ഞങ്ങൾ 3 പേരും താഴെ പോയപ്പോ പ്ലാൻ ചെയ്തിരുന്നു പറ്റിക്കാം. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഒരേ തോട്ടിൽ മൂവ് ചെയ്യണം എന്നുള്ള ഐഡിയ അല്ല. ഇത് നമ്മളൊന്നില്ല വെച്ചോണ്ടിരുന്നത്. നിങ്ങളപ്പോ എങ്ങനെ മൂവ് ചെയ്തു? ഇവര് കാണില്ല. ഓ കൈ വെച്ചിട്ട് മൂവ് ചെയ്തു. അപ്പൊ അങ്ങനത്തെ കുറെ കോയിൻസിഡൻസ് വന്നപ്പോ ഞങ്ങൾക്ക് പേടിയായി. എന്നിട്ട് ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഇറങ്ങാൻ നേരം സാധാരണ ഞങ്ങൾ ഇവള് 7th ഫ്ലോറാ. 7th ഫ്ലോറിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് ഞങ്ങൾ ചെയ്തപ്പോ ലിഫ്റ്റ് നോക്കിയപ്പോ ലിഫ്റ്റ് താഴേക്കല്ല മുകളിലേക്ക് പോയി, ടെറസിലേക്ക് പോയി. ഇനിയും പറയാം, ഞങ്ങൾ വിശ്വസിക്കില്ലേ? ഞങ്ങൾ ശരിക്കും ആരുമില്ല. ഞങ്ങൾ ശരിക്കും 1 വീക്ക് ശരിക്കും പേടിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ കാശ് വന്നിട്ട് എനിക്ക് റൂമിൽ ആരും ഉള്ള പോലൊക്കെ തോന്നുന്നു. പിന്നെ എന്താ ചെയ്യാ? അങ്ങനെയാണ് അത് വിറ്റിട്ട് പുതിയ വീട് വാങ്ങിച്ചത്. വീട് മാറാൻ പോകട്ടെ, പുതിയ വീട്ടിലേക്ക് പോവാ. ഇന്നലെ പാലേച്ചി. പക്ഷെ അത് ചിലപ്പോ ശരിക്കും എനിക്ക് പക്ഷെ ഓജോ ബോർഡിലൊക്കെ കളിച്ച പ്രേതം വരും. അറിയില്ല. അതെന്തെന്നറിയോ, ഇവരായിട്ട് മൂവ് ചെയ്തതാ. പിന്നെ FER ഇവരായിട്ട് ചെയ്തതല്ല. ഞാൻ അതിന്റെ ഗൗതമിന്റെ അടുത്ത് കുറെ വെച്ചാടാ നീ പറ, കാരണം ജെന്നിഫർ എന്നുള്ള പേരൊന്നും എന്റെ തലയിൽ പോയില്ല. അപ്പൊ ജെന്നിഫറിന്റെ എന്താ പോണേടാ പറ, എന്താ പറയാ അവനല്ലാന്ന് പറയാ. എന്നിട്ട് അവനിങ്ങനെ തലയിൽ തൊട്ടൊക്കെ സത്യം ചെയ്ത അവനല്ലാന്ന്. അങ്ങനെയൊക്കെ ആയപ്പോഴാട്ടോ ഞാൻ വിശ്വസിച്ചില്ല. എന്നാലും ഈ ലിഫ്റ്റ് ഒക്കെ പോയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ കൂടെ ചിലപ്പോ പ്രേതം ഉണ്ടോ? എനിക്ക് ആക്ച്വലി നല്ല പേടിയുള്ള ആളാട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ പ്രേതകഥയൊക്കെ മാറ്റി വെച്ചിട്ടേ നിങ്ങൾക്ക് ഞാൻ വേറൊരു ഹൊറർ ഗെയിം തരാം. ഞാൻ ആക്ച്വലി ഒരു ഫിലിം നിങ്ങൾ ഓരോരുത്തരെ വിളിച്ച് ഇവിടെ ഇരുത്തും. എന്നിട്ട് ഞാനൊരു ഫിലിമിനെയും ഇവിടെ ഇരിക്കുന്ന ആൾക്ക് കാണിച്ചു തരും. ചോട്ടാ മുംബൈ അതന്നെ, ഒരാൾ ഇവിടെ വന്നിരിക്കണം. അപ്പൊ അയാൾക്ക് ഞാനൊരു ഫിലിമിനെയും സീക്രട്ട് ആയിട്ട് കാണിച്ചു തരും. അത് നിങ്ങൾ ആക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കണം. വെരി സിമ്പിൾ. സ്റ്റാർ ഹീറോ നിങ്ങൾ പറയണം. പണ്ടത്തെ ആളും പുതിയ ആൾക്കാരാ. പറയട്ടെ. അല്ല, കുഞ്ഞിതാൻ, മാത്യു, സന്ദീപ്, ടോവിനോ. സൂപ്പർ സ്റ്റാർസ് അല്ല.
താഴെ. സന്ദീപ് ബേസിൽ ജോസഫ്. 2 വീട്. ആ, Recently ആദ്യത്തെ പുള്ളി വീട്. അടുത്ത വീട് പാതി. കട്ട് ആദ്യം പാതി. ഫസ്റ്റത്തെ വേർഡ് ഫസ്റ്റത്തെ വീട്. ഫസ്റ്റ് വേർഡ്. ഞാൻ സ്റ്റീഫൻ. ഞാൻ സ സ സ ഞാൻ ഐ ആം ഞങ്ങൾ, നമ്മൾ, ഞങ്ങൾ ആക്ടർ, വി അസ്, ഞാൻ ഞാൻ അസ് സിംഗുലർ ഞാൻ. ആണ്. ഞങ്ങൾ ആണ് നാം പുരുഷൻ നമ്മൾ ഞാൻ നീ എന്റെ 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 അതാണ് ആദ്യത്തെ വീട് മിഡിൽ അതാണ് ഏ, ആദ്യത്തെ ഏ. വാക്കിന്റെ ആദ്യത്തെ പാർട്ട്. പാർട്ട് എന്റെ. എന്റേതാണ് ആദ്യത്തെ. എന്റെ. എന്റെ ജയറാമിന് പാടല്ലോ വീട് എന്റെ വീട് അപ്പൂന്റെ ആണോ അതാണോ അതല്ല സോറി എന്റെ നിസ്കാരം മുസ്ലിം ആ ഇക്ക. ഇക്ക എന്റെ ഉമ്മ. എന്റെ ഉപ്പുപ്പാക്കൊരു ആളുണ്ടായിരുന്നു എന്റെ ഇക്കാക്കൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു എന്റെ ഇക്ക. എന്റെ ഇക്ക. എന്റെ കാക്ക. എന്റെ കാക്ക എന്റെ ഇക്ക. ഫസ്റ്റ് വാക്ക്. ആ അങ്ങനെ പടം ഉണ്ടോ? രണ്ടാമത്തെ വാക്ക്. രണ്ടാമത്തെ വാക്ക് ഷറഫ് അല്ല എന്റെ അതാണ് ഞാൻ പടക്കളത്തിൽ അതാ ഞാൻ ആക്ച്വലി ചോദിച്ചു, പുള്ളി മൈൻഡ് ചെയ്തില്ല. ഷറഫുദ്ദീൻ എന്റെ കാക്ക പക്ഷെ പടക്കളം പറഞ്ഞു. ഭാവന ആ പേരറിയില്ല എന്റെ ഇക്കാക്കന്റെ പ്രേമലേഖനം പ്രേമകഥ. എന്റെ കാക്കയുടെ അങ്ങനത്തെ ഞാൻ കണ്ടതാ ഒന്നുകൂടെ കാണിച്ചു. എന്റെ കാക്ക ഒരു പ്രായം ഉണ്ടായിരുന്നു ഓ അങ്ങനെ എന്തോ ആയിരുന്നു You can. യെസ് മിലന് പറ്റും. വിലൻ ബസ്സിലേക്ക് എത്ര വാക്ക്? എത്ര വാക്ക്? രണ്ട് 2 വാക്ക്. ആദ്യത്തെ വാക്ക് മുറിച്ചു. പഴയ പഴയത്. സിനിമ. മിഡ്. 2010 കഴിഞ്ഞു. പോപ്പുലർ ഫിലിമാണോ പോപ്പുലർ അല്ലാത്ത ഫിലിമാണോ? പോപ്പുലർ ഫിലിമാണ്. പോപ്പുലർ ഫിലിമാണ്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ പ്രതീക്ഷ മോഹൻലാൽ. 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 സുരേഷ് ഗോപി. ജയറാം. നിവിൻ പോളി. സുരേഷ് ഗോപി ഡയറക്ടർ ബേസിൽ ജോസഫ്. ശ്രീനിവാസൻ ജയസൂര്യ. ബ്ലസി. കുഞ്ചാക്കോ ബോബൻ. ആടിന്റെ ആടിന്റെ വേറെയോ ആടിലുള്ള ആൾക്കാര് കോട്ട്. അവിടുന്ന് പൃഥ്വിരാജ്. പൃഥ്വിരാജ് പൃഥ്വിരാജ്. ബ്ലസി എന്ന് പറയുന്നത് പൃഥ്വിരാജ് ആണ് നായകൻ. Okay. ലൈറ്റ് ബോർഡ്. ബോള്. വെള്ള. ബോൾ. പെയിന്റിങ്ങോ? ഫ്രെയിം ലൈറ്റ്. സെല്ലുലോയിഡോ? ട്യൂബ് അടിച്ച് ട്യൂബ് അടിച്ച് കൊല്ലുന്ന സിനിമയോ? കടുവയാണോ? മറ്റേ അവൻ ഫൈറ്റ് മാസ്റ്റർ ആയിട്ടുള്ള ഒന്നാമത്തെ വാക്ക്. അതിൽ പ്രോഗ്രസ് കാണിക്കും. എന്താ? Okay. പൃഥ്വിരാജിന്റെ പടമില്ലേ? നോണായിരിക്കും. പൃഥ്വിരാജിന്റെ പടം അറിയാം. പൂവ്. താമര. പടക്കം. 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 മത്താപ്പ്. പടക്കത്തിന്റെ രണ്ടാമത്തെ അക്ഷരം. ഡാ. ഇത് ഡമാർ പട. പടം അറിയോ? ഇവര് മനസ്സിലായില്ലേ? പഴയത്, പുതിയത്, ഇന്നത്തെ, ഇന്നലത്തെ. എത്ര വാക്ക്? നാക്ക് ചൊറിയേ ചെറിയ ആളോ? സോക്സ്, ഷൂ, പാന്റ് നാല് നാല് പേര്. പേര്. നാലപ്പനെ. നാക്ക് പാ നാക്ക് പെൻഡ. നാക്ക് ടാക്ക. നാക്ക് പെൻഡ. നമുക്ക് അത്ര ദൂരമൊന്നുമില്ല. മനസ്സിലായോ? സൈഡ് പ്ലീസ്. എത്ര വാക്ക്? നടൻ 2 വാക്ക്. രണ്ട് വാക്ക്. പഴയത്, പുതിയത്, മിഡ്. പഴയത്, പുതിയത്. പഴയത് പഴയത്. മിഡ് മനസ്സിനൊക്കെ സമയത്തുള്ളത്. അതൊക്കെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട്. ആ ഓക്കെ നടൻ നടനാരാ പറ അറിയില്ല സൂപ്പർ ഒന്നാമത്തെ സ്റ്റാർ. വേർഡ് മൾട്ടി സ്റ്റാർ പടം. ഒന്നാമത്തെ നടൻ കാജൽ കാജല. കാജൽ വീട് വീട് കാക്കനാട് പാലുകാച്ചി. തൊടുപുഴ പത്തടിപ്പാലം തൊടുപുഴ പത്തടിപ്പാലം. കാഞ്ച. ഏ? ഇടുക്കി. ആ ഇടുക്കി ഇടുക്കി ഗോൾഡ് ഇടുക്കി ഗോൾഡ് ഇടുക്കിയാണ് വീട്. ഓ shit. നമ്മളെ വീട് എവിടെയാണ്? നമ്മളെ വീട് Easy ആ. ഓക്കെ പഴയതാ? ആ Okay, okay. ഭയങ്കര പഴയതാ? മധു. അവൾക്ക്
സംശയം കണ്ടിട്ടില്ല. അതിനകത്ത് കണ്ടു, പക്ഷെ പറഞ്ഞില്ല. മൂവിയാ 96 മൂവിയാണ്. അപ്പൊ ഞാൻ ജനിച്ച വർഷം. ഏജ് ഒന്നും അവിടെ പറഞ്ഞു കൊടുത്തു അല്ലെ 96. നടൻ സൂപ്പർ സ്റ്റാർസിന്റെ പടമാണോ? സൂപ്പർ പഴയ സൂപ്പർ സ്റ്റാർ കുഞ്ചാക്കോ ബോബൻ. ജയസൂര്യ സുരേഷ് ഗോപി. ഈ ലീഗിലുള്ളവരാണ് ജയസൂര്യ, ആ ഒരു സമയത്തുള്ളവരാണ്. അല്ല എന്താ ബിഫോർ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാ നസീർ. അത്രയും പോകണ്ടോ? ഓക്കെ ഇപ്പോഴത്തെ റഹ്മാനാണോ? മധു. ജഗദീഷ്, മുകേഷ്. അല്ല വേണ്ട, നീ സിനിമാ പേര് പറ. ഓക്കെ ഫസ്റ്റത്തെ ഇന്ന് ഇന്നലെ യെസ്റ്റർഡേ. ഈ പുഴയും അത് ചക്കട്ട ചക്കിട്ട മൊയിലെത്തതാ. പുഴ എളുപ്പല്ലേ? ഹോട്ട് സീറ്റ് മസ്താനി. രണ്ട് മൂന്ന് വാക്കാണ്. 3 പേര്. നടനുണ്ടോ? പിന്നെ നടനില്ലാത്ത സിനിമയോ? അതന്നെ അല്ല പടം. മൂന്ന് പേരുണ്ട്. പട പടം പറയ്. ഓക്കെ പറഞ്ഞോ, തുടങ്ങിക്കോ. 24 കാതം. അതല്ലെന്ന് 24 ഹസിനല്ലേ നടി? ഹസിനാണ് നടി. മറ്റേ മോന്റെ ഭയങ്കര ഈസിയാ. എത്ര വാക്ക്? ഇപ്പൊ പുതിയ ഇറങ്ങിയ പടം പടക്കം. അയ്യടാ സിമ്പിൾ ആണ്. ഒന്ന് പറഞ്ഞു. ലാലേട്ടന്റെ പടം ഒന്നാമത്തെ പടം. മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ. മഞ്ഞിൽ വിരിഞ്ഞ മുക്കൾ. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് ടാസ്ക് ചെയ്യണം. ഞങ്ങളൊരു പടം പറയാം. മസ്താനിയാണ്. ഇയാളെ കണ്ടപ്പോ പഴയ പടങ്ങൾ ഇല്ല. ഈസി പടമല്ലേ തന്നെ? പ്രതീക്ഷിക്കരുത്. അതെ, സുജിത്ത് പറയുന്നത് നമ്മൾ കേട്ടിട്ട് പോലില്ലാത്ത സിനിമകൾ പറയും. ഇതെനിക്കറിയാം. അറിയോ? ഇതറിയാതോടാ? സന്തോഷം. ചോദിക്കും. പറഞ്ഞോ. ഇങ്ങോട്ടാ. പഴയ സിനിമ. പഴയ നല്ല പഴയതാ. നല്ല പഴയതാ. ഹീറോ ആരാ? ജയൻ. മധു ഞാൻ പറയുന്നത് 5 പിള്ളേരുണ്ട്. അല്ല മറ്റേത് ആകാശദൂത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കുറെ ഇയേഴ്സ് ആയിട്ട് നിങ്ങൾ ഒരുമിച്ച് ലൈക്ക് ഒരു ഫാമിലി പോലെ തന്നെ ആയിപ്പോ അല്ലേ? ഒരു ഏഷ്യാവില്ല തറവാട് എന്നൊക്കെ പറയാറുണ്ട്. ആ തറവാടിൽ തന്നെ എല്ലാവരും
ബന്ധമില്ല കേട്ടോ. ഞാൻ അങ്ങനെയല്ല, എന്റെ പെർസ്പെക്റ്റീവാണ് ഞാൻ പറഞ്ഞത്. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഞാൻ അവിടുത്തെ അനിയത്തിക്കുട്ടി അപ്പൊ ഇങ്ങനെയായിരിക്കും കാണുക. അതാണ് അതിന്റെ ഇടയിൽ കുറെ കമന്റ്സ് ഇവരാർക്കൊന്നുമില്ല. നിങ്ങൾക്ക് പക്ഷെ കോംബോക്ക് കുറെ ഫാൻസ് ഉണ്ട് അല്ലെ? എനിക്ക് തോന്നുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് വിളിക്കാറുണ്ടോ? ഇതിറങ്ങിയപ്പോ ഉണ്ടായിരുന്നു, ലൂസിഫർ ഇറങ്ങിയപ്പോ ഉണ്ടായിരുന്നു, പിന്നെ എമ്പുരാൻ ഇറങ്ങിയപ്പോ അങ്ങ് മാറി. കുറേശ്ശെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ വർഷ, രാഹുൽ നിങ്ങളുടെ കോമ്പോസിനൊക്കെ ഭയങ്കര ഫാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇപ്പൊ കുറെ ഒരു ഫാമിലി പോലെ ആയും. അപ്പൊ എന്തായാലും ചെറിയ ചെറിയ കുഞ്ഞു വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതൊക്കെ സോൾവ് ചെയ്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇത്ര ഇയേഴ്സ് ആയിട്ട് നിങ്ങൾ നിൽക്കുമ്പോഴേ ഭയങ്കര ഒരു എല്ലാവർക്കും കൂടി ഇങ്ങനെ ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റോ ഒരു മെമ്മറിയോ കല്യാണം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം അതായത് സ്റ്റീഫൻ അറിയില്ല, കാജൽ സുജിത് ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ ആ സമയത്ത്. അത് ഭയങ്കര എല്ലാവരും ഉണ്ടായിരുന്നു. എന്റെ ലിഗമെന്റ് പോയി ചാണ്ടി അവിടെ ഇരുന്ന് കരയാ, വർഷം മാറിയിരുന്ന് കരയാ. ആരെന്റെ ലിഗമെന്റ് ചിക്കൻ ഡെല്ലി കഴിച്ചിട്ട് പറയാം പിന്നെ നമ്മുടെ ഓണം. ഓക്കെ, ഇപ്പൊ നിങ്ങളിപ്പോ കൊറേ പേരൊക്കെ നിങ്ങൾ ആരൊക്കെ സിനിമയിൽ അഭിനയിച്ചല്ലേ? തുടരും. പിന്നെ ആരൊക്കെ ആക്ട് ചെയ്തു? ഞാനും സുജിത്തും മാത്രമാണ് ഓക്കെ. അപ്പൊ ഫിലിംസിലേക്കും ആ ഒരു നമ്മൾ എന്തായാലും ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ ഫിലിം തന്നെ ആയിരിക്കുമല്ലോ. ആക്ടിങ്, ഡയറക്ഷൻ, അങ്ങനെ പല മേഖലയാണെങ്കിലും സിനിമയായിരിക്കും നമ്മുടെ ആഗ്രഹം. അപ്പം അതിലേക്ക് ഓൾറെഡി നിങ്ങൾ എത്തപ്പെട്ടു. ചേട്ടനും കാജലും അല്ല ഒഴിച്ച് ബാക്കി ഞങ്ങൾ എല്ലാവരും അഭിനയിച്ച സിനിമയാണ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞൊരു മൂവി ആയിരുന്നുണ്ട്. അടുത്ത മാസം ജൂലൈ 18-ാം തീയതി ആയിരിക്കും മിക്കവാറും പറയുന്നത്. നമ്മൾ വീണ്ടും കാണേണ്ടി വരുമല്ലോ അടുത്ത മാസം. മെയിൻ റോളല്ല, എന്നാലും വന്നു പോകുന്ന ചെറിയ ചെറിയ റോളുകളിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന DOP ജയകൃഷ്ണൻ വഴിയാണ്. ഫ്ലാസ്കിന്റെ DOP ജയകൃഷ്ണൻ തന്നെയാണ്. ജയകൃഷ്ണൻ വഴിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അവസരം കിട്ടിയത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ മൊത്തത്തിൽ ഇപ്പൊ ഒരു 4 പടം ചെയ്തിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് പടം ഹോളിവുഡ് പടമായിരുന്നു, അമേരിക്കൻ മൂവിയാണ്. എന്റെ ഫസ്റ്റ് മൂവി ഡെഡിമസ് എന്ന് പറഞ്ഞ അമേരിക്കൻ മൂവിയാണ്. അതാണ് എന്റെ ഫസ്റ്റ് മൂവി. അതിനുശേഷം പിന്നെ PDC ഒരു ചെറിയ ഡിഗ്രി അല്ല എന്ന് പറഞ്ഞിട്ട് ബിനു പപ്പുവിന്റെ ഒരു പടം, ബിനു പപ്പു മെയിൻ റോളിൽ വന്ന ഒരു മൂവി ഇപ്പൊ കഴിഞ്ഞ മാസം റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇനി വരാനുള്ള ഫ്ലാസ്ക് ഉണ്ട്. അത് കഴിഞ്ഞ് സാഹസം എന്ന് പറഞ്ഞൊരു മൂവി വരാനുണ്ട്. സാഹസം അല്ല, അതെങ്ങനെ മലയാളത്തിലൊന്നും നോക്കാണ്ട് എങ്ങനെയാണ് അമേരിക്കൻ? അത് ആക്ച്വലി അമേരിക്കൻ അത് തോമസ് ലീയുടെ ഒരു കഥയായിരുന്നു. അപ്പൊ തോമസ് ലീയുടെ ജീവിതത്തിൽ കേരളത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്. അപ്പൊ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവര് കേരളത്തിൽ വന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് അതിൽ AD ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ അവൻ പറഞ്ഞിട്ട് ഞാൻ പോയി ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ സെലക്ഷൻ കിട്ടി. അങ്ങനെ ഒരു അവസരം, ആദ്യ പടം തോമസ് ലീയുടെ ശിഷ്യനായിട്ട് കുഞ്ഞു റോളാ, ചെറിയ വന്ന് മിനിമാറ്റി പോകുന്ന വെള്ളമൊക്കെ ഇങ്ങനെ വെക്കോ? വെള്ളം അടിപൊളി. എങ്ങനെയുണ്ടായി തുടരുംലേക്ക്? എങ്ങനെയായിരുന്നു തുടരും? ഞാൻ എല്ലാ ഇന്റർവ്യൂലും ഇപ്പൊ എല്ലായിടത്തും നിന്ന് പറയും. തുടരും ആക്ച്വലി തരുൺ സാറിന്റെ പ്യൂപ്പ എന്ന് പറഞ്ഞ ഒരു ആക്ടിംഗ് ഫോം അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. കാജലൊക്കെ റീസെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ അവിടെ നിന്നാണ് തുടരുമിലേക്കുള്ള അവിടെ നിന്നാണ് വിളിച്ചത്. അങ്ങനെയാണ് ടീമിനെ പരിചയം. അതാണ് തുടരുമിലേക്കുള്ള. ബാക്കി അല്ലാതെ ചെറിയ ചെറിയ റോളുകളൊക്കെ ആയിട്ട് 3-4 സിനിമ. ഞാൻ ആദ്യം വിചാരിച്ചതേ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നു, ടെക്കി ഫ്രണ്ട്സ് ആണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാ. പുറത്തുള്ള ഒരു എവിടെ വർക്ക് ചെയ്യുന്നവര് ചുമ്മാ ഫ്രീ ടൈം കിട്ടുമ്പോ അങ്ങനെയല്ല, വീഡിയോസ് നല്ല വീഡിയോസാ. ആക്ച്വലി നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല രസം, ഭയങ്കര റിയലിസ്റ്റിക് ആണ്. ഇങ്ങനെ ഓവർ കാട്ടിക്കൂട്ടലുകളും ഇല്ല, ഭയങ്കര മിനിമലിസ്റ്റ് ആണ്. എന്നാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഫുൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളി വീഡിയോസാണ്. അങ്ങനെ വീഡിയോസ് നമുക്ക് തരുന്ന വളരെ കുറച്ച് ക്രിയേറ്റേഴ്സ്, അങ്ങനത്തെ ടീംസേ ഉള്ളൂ. അതിലൊരാളാണ് നിങ്ങൾ. എന്നുവെച്ചാൽ നമ്മളിപ്പോ നിങ്ങളുടെ വീഡിയോസ് കണ്ട് ഇപ്പൊ 2-3 കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സജഷൻസ് ആയിട്ട് വരും.
അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്റെ ഫേസ്ബുക്കിലൊക്കെ മിക്കപ്പോഴും വരുന്നത് നിങ്ങളുടെ വീഡിയോസ്. അതാ ഞാൻ പറഞ്ഞ ആ മറ്റേ ചായക്കടയിലെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടത്. ഇവര് സഡൻ ആയിട്ട് മുങ്ങും അവിടെ ഇരിക്കുമോ, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇനിയിപ്പോ എനിക്ക് എന്താ ലൈക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? എനിക്ക് ഇന്ന ആളുടെ ഫ്രെയിമിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യണം എന്നൊക്കെ. സൂര്യ സാറിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്ത അണ്ണ ചൈൽഡ്ഹുഡ് തൊട്ട് ഭയങ്കര ആഗ്രഹം, അതിപ്പോഴും ഭയങ്കര ആഗ്രഹം. എന്തെങ്കിലും നടക്കുന്നൊരു പോയില്ല, കാണാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എനിക്ക് കാണാണെങ്കിൽ കെട്ടിപ്പിടിക്കണം, എനിക്ക് കെട്ടിപ്പിടിക്കണം. അതൊന്നും എനിക്ക് വേണ്ട. അല്ല, സൂര്യയുടെ കല്യാണം കഴിഞ്ഞ സമയമില്ലേ, ഞാൻ സെക്കൻഡറി പഠിക്കുമ്പോഴാണ് കല്യാണം കഴിയുന്നത്. സെക്കൻഡ് സ്റ്റാൻഡേർഡ്. കഴിഞ്ഞ ഞാൻ 2021 പറഞ്ഞിട്ട് ആകെ കൺഫ്യൂഷൻ. സോറി, ഞാൻ 2ാം ക്ലാസ് മുതൽ നിനക്ക് സൂര്യാണന്റെ അടുത്ത് ആരാധന ഭയങ്കര ഇഷ്ടാ. അന്ന് ഞാൻ കുറെ കരഞ്ഞു. കല്യാണം കഴിച്ചു, ജ്യോതിനെ കല്യാണം. ഞാൻ എന്തോരം കരഞ്ഞു അറിയോ? ഞാൻ കളിക്കാനൊന്നും പോയില്ല. കള്ളിന്റെ ആരാ ചോദിച്ചേ? സത്യം പറഞ്ഞേ, സത്യം. 2ാം ക്ലാസ്സിൽ നീന്തൽ പഠിച്ചതിന് ശേഷം അതല്ല, ഞാൻ സത്യം പറഞ്ഞത്. വേണ്ട, ഇടില്ല ഞാൻ. വീഡിയോ വരുന്നത് കേൾക്കുന്നില്ല. അല്ല, അത് സൂര്യാണ്, ഞാൻ വിജയായിരുന്നു. പക്ഷേ പുള്ളി പടം നിർത്തിയെന്നായിട്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ആരുടെ കൂടെ ആക്ട് ചെയ്യാനാണ്, ഏത് ഡയറക്ടറിന് ഫ്രെയിമിൽ നിൽക്കാനാണ് ആഗ്രഹമൊക്കെ? എനിക്ക് കമൽഹാസന്റെ ഒരു ഫാൻ ബോയ് ആണ് ഞാൻ. കമൽഹാസന്റെ കൂടെ കമൽഹാസൻ ആസ് എ ഡയറക്ടർ ഒരു മൂവി എടുത്തു കഴിഞ്ഞാൽ പുള്ളി എല്ലാ റോളിലും എല്ലാ മേഖലയിലും ഉണ്ട്. ഒരു മൂവിയുടെ എല്ലാ മേഖലയിലും കൈ കടത്തിയ വ്യക്തിയാണ് കമൽഹാസൻ. ഞാൻ കമൽഹാസന്റെ ഒരു ഫാനാണ്, ബിഗ് ഫാനാണ്. അപ്പം പുള്ളിക്കാരന്റെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതെനിക്ക് ഓസ്കാറിന് മുതലായിരിക്കും. എനിക്ക് ആൾക്ക് വേണ്ടി എഴുതണമെന്നുണ്ട്, സ്ക്രിപ്റ്റ് എഴുതിയിട്ട് കമൽഹാസൻ അഭിനയിക്കണം. നല്ല എഴുതുകാരനാട്ടോ, നന്നായിട്ട് എഴുതുന്നത്. എനിക്ക് ഞാൻ ഇങ്ങനെ 2 സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അത് സത്യനന്ദിക്കാട് സാറിന്റെ കൂടെ ചെയ്യണമെന്ന് ആഗ്രഹം. നമുക്കൊക്കെ റോള് ഞങ്ങൾ സ്ക്രിപ്റ്റ് കുറെ നാളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ സാറിനെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് പറഞ്ഞത് പടം ചെയ്യണം എന്ന് കുറെ കാലത്തുള്ള ആഗ്രഹം. നിങ്ങൾക്ക് മാത്രമേ നല്ല നല്ല റോളുകൾ ചെയ്യാൻ പറ്റും അങ്ങനത്തെ, അത് അത്രേ ഉള്ളൂ. നായിക ആകണമെന്നൊന്നുമില്ല, നല്ല നല്ല റോളുകൾ ചെയ്യണം. എനിക്ക് പിന്നുള്ളത് റോഷൻ ആൻഡ്രൂസിന്റെ പെർഫോമൻസ് എങ്ങനെ ആള് മോൾഡ് ചെയ്യുന്നതെന്ന് അറിയണം എന്നുണ്ട്. ചില ക്യാരക്ടേഴ്സ് എങ്ങനെ ആള് മോൾഡ് ചെയ്യണം. അപ്പൊ റോഷൻ ആൻഡ്രൂസിന്റെ പെർഫോമൻസ് കാണണം എന്നുണ്ട്. അഭിനയിക്കാൻ പറ്റിയ സന്തോഷം, പക്ഷെ സന്തോഷം. പക്ഷെ എനിക്ക് മൊത്തത്തിൽ ഇപ്പൊ എനിക്ക് ചാണിക്കും നമുക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റണം, നന്നായി പോർട്രേ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. എനിക്കത് തന്നെയാണ് ഈ പറഞ്ഞ മാതിരിയാ. നമുക്ക് അങ്ങനെ വലിയ ഹീറോയിൻ അങ്ങനെയൊന്നുമില്ല, നല്ല ഒരു ക്യാരക്ടർ റോളുകൾ വന്നാൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ നല്ല വർക്ക് ചെയ്യുക, നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുക, അതാണ് മെയിൻ. അങ്ങനെ ഇന്ന ആളങ്ങനെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല, നമ്മളും തന്നെ ഇറങ്ങി തിരിച്ചതാണ്. അതെ, ഏറ്റവും വലിയ ആളുടെ സൈഡിൽ നിൽക്കാൻ പറ്റി. ഞങ്ങളുടെ റീലിൽ ആലോട്ട് അഭിനയിച്ചിട്ടുണ്ട്. കണ്ടോ നിങ്ങളുടെ ബിഹൈൻഡ് ദ സീൻസ് എക്സൈറ്റ്മെന്റ് റീൽ? ഞാൻ ആക്ച്വലി നിങ്ങളുടെ എല്ലാം കാണുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായോ? എനിക്ക് ലാലേട്ടൻ റീൽസ് ചെയ്തിട്ടില്ല, ഞങ്ങളുടെ കൂടെ റീൽസ് ആയിട്ട്. അപ്പൊ എന്നാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോലെ ഇപ്പം ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഒക്കെ അഭിനയിച്ച് എല്ലാ ആഗ്രഹങ്ങളുണ്ടോ? അഭിനയം മസ്താനിന്റെ വിഷൻ എന്താ? എന്റെ ആഗ്രഹം എന്താ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആക്ച്വലി പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെന്തിനാ പറഞ്ഞ് ഞാനോക്കുമ്പോ ഇരുന്ന് കഥ പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ അതേ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫാൻസാണ്,
അപ്പൊ നിങ്ങളുടെ ഇൻബോക്സസ് ഇങ്ങനെ മെസ്സേജസും കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ഈ കോഴി മെസ്സേജസോ പ്രപ്പോസൽസോ അതൊക്കെ വരാറുണ്ടോ? എനിക്ക് ചേച്ചിനോട് ഭയങ്കര ക്രഷാണ്, അല്ലെങ്കിൽ ഇന്നാളോട് എനിക്ക് മറ്റേ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്, ആ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, ആ ചേട്ടന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചു. എനിക്ക് ആക്ച്വലി ഇന്നലെ വന്നൊരു മെസ്സേജ്, ചേച്ചി രാഹുലേട്ടന്റെ കൂടെ പേരായിട്ട് അഭിനയിക്കുമ്പോ വർഷേച്ചിക്ക് വിഷമാവില്ലേ? അടുത്തത് സീരിയസ്ലി എനിക്ക് ഇന്നലെ വന്നൊരു മെസ്സേജാ. കാരണം എന്തിനാ അങ്ങനെ അഭിനയിക്കുമ്പോ അവർക്ക് വിഷമാവില്ലേ, അവര് റിലേഷൻഷിപ്പിലാവുമ്പോ ചേച്ചിക്ക് ഭയങ്കര വിഷമാവില്ലേ? ഇവിടെ ആരും റിലേഷൻഷിപ്പ് അല്ല. അത് ഞാൻ എടുത്തു വേണം. പലരും ധരിക്കുന്നുണ്ട് ഞാനും വർഷയും റിലേഷൻഷിപ്പിലാണ്. ശരിക്കും ഞങ്ങൾ തമ്മിൽ കൊളീഗ്സ് അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഒന്നും ഒരു വേറെ ഒന്നുമില്ല. ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ്. ഇനിയെങ്കിലും ദൈവശേഷം നമ്മൾ ഫാമിലി പറഞ്ഞു, ഫാമിലിയിലെ ആൾക്കാർ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ, നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇല്ല, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇന്റർവ്യൂയുടെ കമന്റ്സിൽ ഞാൻ കുറെ കണ്ടു. അതെ ചേച്ചി തറവാടാണ് ചേട്ടനാണ് ചേട്ടത്തിയാണെന്ന് ഡയലോഗ് പഠിച്ചു. അത് അവർ അത്രയും നല്ല ആക്ടേഴ്സ് ആയതുകൊണ്ടാണ് അവർക്ക് ഫീൽ അങ്ങോട്ട് വരും. ഇവര് ഏറ്റവും നല്ല വഴക്കുണ്ടാക്കുന്ന ആൾക്കാർ ഇവര് തമ്മിലാണ് ഏറ്റവും വഴക്ക്. അപ്പൊ ഇവരെ കെമിസ്ട്രി ഇവരെ ആക്ട് ചെയ്യാൻ അത്ര അറിയുന്നോണ്ടാണ് നമുക്ക് അത്ര ഇവര് എടുക്കാൻ പറ്റുന്നത് പെയറായിട്ട്. ഇപ്പം ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഞങ്ങളുടെ ഇടയിൽ എന്നും മിക്ക ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വേറെ ആരും അറിയാൻ പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ തിരിച്ചു വയ്ക്കും. അവരും അങ്ങനെ നമ്മളെ ഭയങ്കര അടിയാ. പക്ഷെ എന്തോ ഒരു പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മളാരും മനസ്സിലാക്കാത്തോണ്ട് പിറ്റേ ദിവസം മറന്നു പോകും, അടിയാന്ന് പറഞ്ഞു, പിന്നെ പഴയ പോലെ സംസാരിക്കും. അങ്ങനെയാണ് നിലവിൽ പോകുന്നത്. ആദ്യം ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ഇവിടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടോ? പിന്നെ കോമോ ആണ്. എന്താ വർഷ രാഹുൽ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഇത് കേട്ടിട്ടില്ല അല്ലേ? അല്ല ശരി, കഴിഞ്ഞൊരു വീഡിയോ ഞങ്ങൾ ചെയ്തായിരുന്നു, ബ്രാൻഡ് വീഡിയോ ചെയ്ത സമയത്ത് ഒരു കല്യാണം കഴിക്കുന്നതായിട്ടാണ് ഒരുപാട് പേര് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഏതോ കമന്റിൽ വന്നിട്ടുണ്ട് ചാണ്ടിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അല്ല ഇത് വീഡിയോ വന്നതിന് ശേഷം ചാണ്ടി അവളെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആ ഫോട്ടോസും ഇട്ടപ്പോ എല്ലാരും വിശ്വസിച്ച് ചാണ്ടി കല്യാണം കഴിഞ്ഞു. സത്യം. എന്നിട്ട് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടു. പക്ഷെ എന്താ പറയാ, ആൾക്കാര് ഹാഷ്ടാഗ് ഒന്നും നോക്കില്ല, അതാ. അപ്പൊ ഇനി എന്താ നിങ്ങളുടെ ഇനിയിപ്പോ എത്ര വീഡിയോസ് ഇറക്കി ഇടാനുണ്ട്? അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മള് അടുത്ത മാസത്തേക്ക് ഒരു വെബ് സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യമായിട്ട് തന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട്, കുറച്ച് ലോങ് ഫോർമാറ്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മള് നെക്സ്റ്റ് മന്തിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിറ്റുവേഷൻഷിപ്പിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അടുത്ത മാസത്തേക്ക്, അതും വരുന്നുണ്ടായിരിക്കും. രണ്ടും അടുത്ത മാസം ഉണ്ടാവും. സത്യം ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പറഞ്ഞു. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇപ്പം ആദ്യമൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. പിന്നെ കുറച്ച് നിങ്ങൾ ലെങ്ത് കൂട്ടി. പിന്നെ നിങ്ങളുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ഫുൾ വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ഉണ്ട്. ഓക്കെ. അപ്പോ എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പം എനിക്കറിയാം കുറെ നേരം പോസ്റ്റ് ആയിട്ടിരുന്ന റിയലി സോറി ഫോർ ദാറ്റ്. അപ്പൊ എല്ലാം അടിപൊളിയാവട്ടെ, നിങ്ങളുടെ വിഷൻ ആഗ്രഹങ്ങളൊക്കെ സത്യമാവട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് വൺസ് അഗെയിൻ നമുക്ക് ഇതേപോലെയുള്ള നല്ല നല്ല റിയലിസ്റ്റിക് വീഡിയോസ് ഒക്കെ തരാം എല്ലാവരും. കാരണം ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പം ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.